ഇനി നാലാമത്തെ സ്കന്ധം, അതിലെ ആദ്യത്തെ അധ്യായം. അഥ ചതുർത്ഥ സ്കന്ധ അഥ പ്രഥമോധ്യായ. മൈത്രേയ ഉവാച. മൈത്രേയ മുനി തുടർന്ന് കഥ പറയുകയാണ്. മനുവിനാകട്ടെ, കഥ തുടരുകയാണ്, നേരത്തെ പറഞ്ഞ അതേ കഥ തുടരുകയാണ്. മനുവിനാകട്ടെ ശതരൂപയിൽ 3 പെൺമക്കളും ജനിച്ചു. ആകൂതി, ദേവഹൂതി, പ്രസൂതി എന്ന നാമധേയങ്ങളിൽ അവർ വിഖ്യാതരായി. ആദിചക്രവർത്തിയായ മനു ആകൂതി എന്ന പേരുള്ള പുത്രിയെ ഭ്രാതൃമതിയായിരിക്കെ തന്നെ രുചി പ്രജാപതിക്ക് ശതരൂപയുടെ സമ്മതത്തോടുകൂടി പുത്രികാധർമ്മ വിധി അനുസരിച്ച് വിവാഹം ചെയ്തു കൊടുത്തു. പുത്രികാധർമ്മം എന്താണെന്ന് പറയുകയാണ്. പുത്രിയിലുണ്ടാകുന്ന പുത്രനെ തനിക്ക് നൽകണമെന്ന വ്യവസ്ഥയോടെ പിതാവ് കന്യകയെ വരന് നൽകുന്ന രീതിയാണ് പുത്രികാധർമ്മ വിധി. ഇത് സാധാരണയായി പുത്രന്മാരില്ലാത്ത പിതാക്കന്മാർക്കു മാത്രമേ സ്വീകരിക്കാൻ അനുവാദമുള്ളൂ. ഇപ്പോൾ ആകൂതിയെ, മനുപുത്രിയായ ആകൂതിയെ ശതരൂപയുടെ സമ്മതത്തോടുകൂടി, ഒറ്റയ്ക്ക് തീരുമാനം എടുത്തിട്ടല്ല അത് ചെയ്തത്, ശതരൂപയുടെ സമ്മതത്തോടുകൂടി രുചി പ്രജാപതിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഒരു പുത്രൻ ഉണ്ടാവുകയാണെങ്കിൽ പുത്രിയിൽ ഉണ്ടാകുന്ന പുത്രനെ തനിക്ക് തരണം എന്ന വ്യവസ്ഥയോടുകൂടി പുത്രിയെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക. അതാണ് പുത്രികാധർമ്മ വിധി അനുസരിച്ച് വിവാഹം ചെയ്തു കൊടുത്തു എന്ന് പറയുന്നത്. സർവൈശ്വര്യപൂർണനും വേദാധ്യയനം കൊണ്ടുണ്ടായ ഉജ്ജ്വല തേജസ്സോടു കൂടിയവനുമായ രുചി പ്രജാപതി അത്യുത്കൃഷ്ടമായ സമാധിയോഗത്താൽ ഭഗവാൻ ശ്രീ നാരായണനെ ചിത്തത്തിൽ ധരിച്ചു. ആ ചിത്തത്തിൽ നിന്ന് ഭഗവാൻ രുചിപത്നിയിൽ അനുപ്രവേശിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ഒരു പുരുഷപ്രജയും സ്ത്രീ പ്രജയും ഒരേ സമയം ജനിച്ചു. സർവൈശ്വര്യപൂർണനും വേദാധ്യയനം കൊണ്ടുണ്ടായ ഉജ്ജ്വല തേജസ്സോടു കൂടിയവനുമായ രുചി പ്രജാപതി അത്യുത്കൃഷ്ടമായ സമാധിയോഗത്താൽ ഭഗവാൻ ശ്രീനാരായണനെ ചിത്തത്തിൽ ധരിച്ചു. ഇപ്പോൾ വേദാധ്യയനം, ശ്രദ്ധാപൂർവം അർത്ഥബോധത്തോടു കൂടിയിട്ടുള്ള വേദപാരായണം, വെറുതെ തത്തമേ പൂച്ച പൂച്ച എന്ന് പറഞ്ഞ പോലെ പോവല്ല. സ്വാധ്യായം എപ്പോഴും അതിൻ്റെ ഉള്ളടക്കങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ്. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെയും എന്തിനാ ആവർത്തിച്ച് വായിക്കുന്നത്? ഓരോ ആവർത്തി വായിക്കുമ്പോഴും അത് പുതിയ പുതിയ അർത്ഥതലങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതാണ് ഈ ശാസ്ത്രഗ്രന്ഥങ്ങളുടെ ഒരു മാഹാത്മ്യം. മറ്റ് ആധുനിക ശാസ്ത്രഗ്രന്ഥങ്ങളും നമ്മുടെ പൗരാണിക ശാസ്ത്രഗ്രന്ഥങ്ങളും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ആധുനിക ശാസ്ത്രഗ്രന്ഥങ്ങൾ ഒരു പ്രാവശ്യം വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എത്ര ആവർത്തിച്ച് വായിച്ചാലും ആ മനസ്സിലായത് തന്നെ മനസ്സിലാക്കാനുണ്ടാവുള്ളൂ. പക്ഷെ നമ്മുടെ പൗരാണിക ശാസ്ത്രശാഖ അങ്ങനെയല്ല. അതിലെ ഏത് ഗ്രന്ഥമെടുത്ത് ആവർത്തിച്ച് വായിച്ചാലും ഓരോ ആവർത്തി കഴിയുമ്പോഴും അത് പുതിയ അർത്ഥതലങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. നമ്മുടെ ജീവിതം കാലത്തിലൂടെ മുന്നോട്ടാണ് പോകുന്നത്. അപ്പോൾ വ്യത്യസ്ത അനുഭവങ്ങൾ കൊണ്ട് സമ്പുഷ്ടരാകും നമ്മൾ. അപ്പോൾ ഓരോ ആവർത്തി വായിച്ച് കഴിയുമ്പോഴും പുതിയ അനുഭവങ്ങൾ നമുക്ക് ജീവിതത്തിൽ നിന്നുണ്ടാകും. ആ പുതിയ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലായിരിക്കും പിന്നീടുള്ള വായന. അപ്പോൾ അത് കുറച്ചും കൂടി ഗഹനമായ അർത്ഥതലങ്ങൾ വെളിപ്പെടുത്തി തരും. അങ്ങനെ സ്വാധ്യായത്തിലൂടെ മനസ്സിനെ നിശ്ചലം ആക്കാൻ സാധിക്കും. അതാണ് ഈ സ്വാധ്യായത്തിൻ്റെ പ്രത്യേകത. മനസ്സിനെ നിശ്ചലമാക്കാൻ പല വഴികളിലൊന്ന് സ്വാധ്യായമാണ്. വെറുതെ വായിച്ചാൽ പോരാ, അർത്ഥബോധത്തോടാണ്. അതുകൊണ്ട് ആദ്യം അത് വായിക്കാൻ പഠിക്കണം, പിന്നീട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. മിനിമം അർത്ഥം മനസ്സിലാക്കിയാൽ മതി, ബാക്കി ആ ഗ്രന്ഥം വെളിപ്പെടുത്തി തന്നോളൂ. അപ്പോൾ അങ്ങനെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് അത് ആവർത്തിച്ച് വായിക്കണം. അപ്പോൾ ജീവിതത്തിൽ പല സാഹചര്യങ്ങളുണ്ടാകും. ആ സാഹചര്യങ്ങളിലെല്ലാം ഈ വായിച്ചറിഞ്ഞു വെച്ചത് പ്രകടമാകും, അതനുവർത്തിക്കാൻ സാധിക്കും. അങ്ങനെ ജീവിതാനുഭവങ്ങളും സ്വാധ്യായത്തിലൂടെ ഊറി വരുന്ന അറിവും ഇടകലർന്ന്
നമ്മുടെ ജീവിതം സമ്പുഷ്ടമായി മുന്നോട്ട് നീങ്ങും. ഇതൊക്കെ പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. വാസ്തവമാണ് എന്ന് അനുഭവം കൊണ്ട് തിരിച്ചറിയാവുന്നതാണ്. സർവൈശ്വര്യപൂർണനും വേദാധ്യയനം കൊണ്ടുണ്ടായ ഉജ്ജ്വല തേജസ്സോടു കൂടിയവനുമായിട്ട്. ഇപ്പം വേദാധ്യയനം ചെയ്താൽ ഈ അറിവിനെ ആവർത്തിച്ചറിയുവാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നാൽ ഉജ്ജ്വലമായ തേജസ് ഉണ്ടാകും. ഇപ്പം നമ്മളിലുള്ള തേജസ് മങ്ങിയ തേജസ്സാണ്. എന്താ കാരണം? ചിന്തകളാകുന്ന പൊടിപടലങ്ങൾ പിടിച്ച് മങ്ങിയ തേജസ്സോടു കൂടിയവരാ ഞാനും നിങ്ങളും. ഈ നിരന്തരമായിട്ടുള്ള സ്വാധ്യായം മനസ്സിനെ നിശ്ചലമാക്കും എന്ന് പറഞ്ഞാൽ ചിന്തകളുടെ ആധിക്യത്തെ കുറച്ച് കൊണ്ടുവരും. അപ്പോൾ ചിന്തകളുടെ ആധിക്യം കുറഞ്ഞു വരുമ്പം എന്ത് പറ്റും? സ്വതവേ ഉള്ള നമ്മളുടെ ചൈതന്യം സ്ഫുരിച്ചു തുടങ്ങും. അതുകൊണ്ടാണ് ഈ വേദാധ്യയനം, അറിവുകളുടെ അധ്യയനം കൊണ്ട് ഉജ്ജ്വല തേജസ് ഉണ്ടാകും എന്ന് പറയാൻ കാരണം. അപ്പോൾ വേദാധ്യയനം കൊണ്ടുണ്ടായ ഉജ്ജ്വല തേജസ്സോടു കൂടിയവനുമായ രുചി പ്രജാപതി അത്യുത്കൃഷ്ടമായ സമാധിയോഗത്താൽ, വളരെ വിസ്തരിച്ച് നമ്മളിതിനു മുമ്പ് കേട്ടു സമാധിയോഗം. സമാധി എന്ന് പറയുന്നത് യോഗം എന്ന് പറഞ്ഞാലും സമാധി എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ്. ഇപ്പോൾ സമാധിയാകുന്ന യോഗം എന്ന് പറഞ്ഞാൽ ചിത്തവൃത്തികളെ നിരോധിച്ചു, മനസ്സിൻ്റെ ചാഞ്ചല്യങ്ങളില്ലാതായി, മനസ്സ് നിശ്ചലമായി ഏകാഗ്രമായി. അങ്ങനെ ഏകാഗ്രതയോടെ ഭഗവാൻ ശ്രീനാരായണനെ ചിത്തത്തിൽ ധരിച്ചു. ചിത്തത്തിൽ ഭഗവാൻ നാരായണനാണ് വിളങ്ങുന്നത്. വേറെ ഒരു ചിന്തയും ഇല്ല. എപ്പോഴും എല്ലായ്പ്പോഴും ഈ ശ്രീനാരായണൻ ഇങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. ആ ചിത്തത്തിൽ നിന്ന്, രുചി പ്രജാപതിയുടെ ചിത്തത്തിൽ നിന്ന് ഭഗവാൻ രുചിപത്നിയിൽ അനുപ്രവേശിക്കുകയും ചെയ്തു. മനസ്സിൽ നിന്ന് ഇന്ദ്രിയങ്ങളിലൂടെ അത് രുചിപത്നിയിൽ, ആകൂതിയിൽ അനുപ്രവേശിക്കുകയും ചെയ്തു. അപ്പം നമ്മുടെ മനസ്സിൽ ഉള്ളതാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്ക് പ്രകടമാവുക. ഇപ്പം നമ്മൾ ആകാശത്തിലെ മേഘങ്ങളെ നോക്കി നിൽക്കുക. കുറച്ച് കഴിഞ്ഞാൽ ആ മേഘങ്ങൾ ഓരോന്നും ഓരോ രൂപങ്ങളാണ് എന്ന് നമുക്ക് തോന്നും. വാസ്തവത്തിൽ മേഘങ്ങൾ ഒരു രൂപവുമല്ല, മേഘങ്ങൾ മാത്രമാണ്. അതിലേക്ക് നമ്മുടെ മനസ്സിലുള്ള രൂപങ്ങളെ നമ്മൾ ആരോപിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലുള്ളത് ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്ക് പ്രകടമാകും. ഇപ്പം ഇവിടെ ചിത്തത്തിൽ ധരിച്ചിരിക്കുന്നത് ശ്രീമൻ നാരായണനെയാണ്. ആ നാരായണൻ ഇന്ദ്രിയദ്വാര പത്നിയായ ആകൂതിയിൽ പ്രവേശിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി, ശ്രീമൻ നാരായണൻ പ്രവേശിച്ചതിൻ്റെ ഫലമായി ഒരു പുരുഷപ്രജയും സ്ത്രീ പ്രജയും ഒരേ സമയം ജനിച്ചു. ഒരേ സമയം പുരുഷനും സ്ത്രീയും ജനിച്ച ട്വിൻസാണ് ജനിച്ചത്. ആ സന്താനങ്ങളിൽ പുരുഷൻ യജ്ഞൻ എന്ന പേരോടുകൂടി അവതരിച്ച സാക്ഷാൽ മഹാവിഷ്ണുവും സ്ത്രീ ലക്ഷ്മി ഭഗവതിയുടെ അംശാവതാരമായ ദക്ഷിണയും ആയിരുന്നു. എങ്ങും പരക്കുന്ന ശരീരകാന്തിയോടുകൂടിയ പുത്രീസുതനെ സ്വയംഭുവ മനു തൻ്റെ രാജധാനിയിലേക്ക് ആനയിച്ചു കൊണ്ടുവന്നു. പുത്രികാധർമ്മം അനുസരിച്ചിട്ടാണ് വിവാഹം കഴിച്ചു കൊടുത്തത്. അപ്പോൾ അതിലുണ്ടാവുന്ന പുത്രനെ അച്ഛന് കൊടുക്കണം. അപ്പോൾ അതനുസരിച്ചിട്ട് സ്വയംഭുവ മനു, ആദിചക്രവർത്തിയായ സ്വയംഭുവ മനു പുത്രീസുതനെ തൻ്റെ രാജധാനിയിലേക്ക് ആനയിച്ചു കൊണ്ടുവന്നു. എങ്ങും പരക്കുന്ന ശരീരകാന്തിയോടുകൂടിയ പുത്രീസുതനെ, ശ്രീമൻ നാരായണനാണ്. അപ്പോൾ തേജസ്സോടുകൂടിയ ആളാണ്. ആനയിച്ചു കൊണ്ടുവന്നു. താൻ ആഗ്രഹിച്ചതുപോലെ ഭഗവാൻ ശ്രീഹരി സ്വപുത്രിയിൽ അവതരിക്കുകയും ആ പുത്രനെ തനിക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്തതിൽ മനു അങ്ങേയറ്റം സന്തുഷ്ടനായി. ദക്ഷിണയെ മനു തന്നെ സ്വീകരിച്ച് വളർത്തി. രണ്ടുപേരെയും മനു തന്നെയാണ് വളർത്തിയത്. ഇന്നും ഏകദേശം അങ്ങനെ തന്നെയാണ്. മക്കളുടെ മക്കളെ വളർത്തുന്നത് മക്കളുടെ അച്ഛനമ്മമാരാണ്. അപ്പം അന്നും അങ്ങനെ ആയിരുന്നിരിക്കണം. അപ്പം മനു തന്നെ രണ്ടുപേരെയും വളർത്തി. സർവയജ്ഞഫലദാതാവായ ഭഗവാൻ ശ്രീ മഹാവിഷ്ണു തന്നെ ഒരിക്കലും വേർപിരിയാത്ത ശ്രീദേവിയുടെ അംശാവതാരമായ ദക്ഷിണ തന്നെ അതിയായി കാമിക്കുന്നുണ്ടെന്നറിഞ്ഞ് അവളെ വിവാഹം ചെയ്തു.
അത് ഇന്നത്തെ കാലത്ത് നടപ്പുള്ള കാര്യമല്ല. ഇവർ സത്യത്തിൽ സഹോദരീ സഹോദരന്മാരാണ്. പക്ഷെ അന്ന് സാമൂഹിക വ്യവസ്ഥിതി വ്യത്യസ്തമായിരുന്നിരിക്കണം. സർവയജ്ഞഫലദാതാവായ ഭഗവാൻ ശ്രീ മഹാവിഷ്ണു തന്നെ ഒരിക്കലും വേർപിരിയാത്ത ശ്രീദേവിയുടെ അംശാവതാരമായ ദക്ഷിണ തന്നെ അതിയായി കാമിക്കുന്നുണ്ടെന്നറിഞ്ഞ് അവളെ വിവാഹം ചെയ്തു. സന്തോഷവതിയായ ലക്ഷ്മീദേവിയുടെ സഹവാസത്തിൽ യജ്ഞമൂർത്തി അത്യന്തം സന്തുഷ്ടനായി. അവളിൽ 12 പുത്രന്മാരെ ജനിപ്പിച്ചു. സഹോദരീ സഹോദരന്മാരായ യജ്ഞമൂർത്തിയും ദക്ഷിണാദേവിയും ഈശ്വരാംശ സംഭൂതരാകയാൽ ഭാര്യാഭർത്താക്കന്മാരായതിൽ ദോഷം പറഞ്ഞുകൂടാ. അത് വ്യാഖ്യാതാവിൻ്റെ അഭിപ്രായമാണ്. അന്നത്തെ കാലത്തെ സാമൂഹിക വ്യവസ്ഥിതി വ്യത്യസ്തമായിരിക്കും. സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് മുന്നോട്ട് പോകും തോറും അതിൻ്റെ വ്യവസ്ഥിതിയും മാറും. ആദ്യ കാലഘട്ടങ്ങളിലുള്ള വ്യവസ്ഥിതി ആയിരിക്കില്ല ഇപ്പം ഉള്ളത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലെ വ്യവസ്ഥിതിയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അന്നത്തെ വ്യവസ്ഥിതിയുടെ നന്മതിന്മകൾ നിരൂപിക്കുന്നത് ശരിയാവുകയില്ല. അതുകൊണ്ട് ഈ കഥ അന്ന് നടന്നതാണ്. അന്ന് ഇതൊക്കെ സംഭാവ്യമായിരുന്നിരിക്കണം. അപ്പോൾ അവർ വിവാഹം കഴിച്ചു. അവർക്ക് 12 മക്കളുണ്ടായി. തോഷൻ, പേര് പറയുകയാണ് ഇനി, തോഷൻ, പ്രതോഷൻ, സന്തോഷൻ, ഭദ്രൻ, ശാന്തി, ഇടസ്പതി, ഇദ്മൻ, കവി, വിഭു, സുദേവൻ, രോചനൻ, സ്വഹ്നൻ എന്നിങ്ങനെയായിരുന്നു അവരുടെ പേരുകൾ. പേരുകൾ ഇടുന്നതിൽ ഉസ്താദാണ് വ്യാസഭഗവാൻ. വ്യാസഭഗവാനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ ലോകത്ത് പേരിടാൻ വേറെ ആരെങ്കിലും ഉള്ളത്. യജ്ഞമൂർത്തിയുടെ പുത്രന്മാരായ 12 പേർ തുഷിതന്മാർ എന്ന പേരിൽ ദേവന്മാരായി തീർന്നു. മരീചി തുടങ്ങിയവർ ഋഷികളും യജ്ഞൻ ദേവേന്ദ്രനും അംശാവതാരവും ആയി ഭവിച്ചു. സ്വയംഭുവ മനു, തുഷിതന്മാർ ദേവന്മാർ, യജ്ഞൻ ദേവേന്ദ്രനും അംശാവതാരവും പ്രിയവ്രതനും ഉത്താനപാദനും മനുപുത്രന്മാർ. ഇപ്രകാരം മന്വന്തരങ്ങളുടെ വിഭാഗങ്ങളൊക്കെയും പൂർണ്ണമായി ഭവിച്ചു. കാലത്തിൻ്റെ അധിപന്മാരായിട്ടുള്ളവരെല്ലാം തീരുമാനിച്ചു. പ്രിയവ്രതൻ, ഉത്താനപാദൻ എന്നീ മനുപുത്രന്മാർ മഹാതേജസ്വികളായിരുന്നു. അവരുടെ പുത്രപൗത്രന്മാർ നപ്താക്കൾ എന്നിവരെ കൊണ്ട് സ്വയംഭുവ മന്വന്തരം ധർമ്മ സമ്പുഷ്ടമായി ഭവിച്ചു. പ്രിയപുത്ര, ദേവഹൂതി എന്ന കന്യകയെ മനു കർദമന് വിവാഹം ചെയ്തു കൊടുത്തു. അവരുടെ ചരിത്രം ഒട്ടുമിക്കവാറും ഞാൻ അങ്ങയോട് പറഞ്ഞത് ശ്രവിച്ചുവല്ലോ. സർവൈശ്വര്യപൂർണയായ മനുപുത്രി പ്രസൂതിയെ ബ്രഹ്മസുതനായ ദക്ഷന് വിവാഹം ചെയ്തു കൊടുത്തു. അവരിൽ നിന്നുണ്ടായ സൃഷ്ടി സമൂഹം ത്രിലോകങ്ങളിലും വ്യാപിച്ചിരുന്നു. ഇനി കർദമമുനിയുടെ 9 പുത്രിമാരുടെ സന്തതി പരമ്പരയെക്കുറിച്ച് പറയാം. കേട്ടാലും. ഇവരെ 9 ബ്രഹ്മർഷിമാർക്കാണ് വിവാഹം ചെയ്തു കൊടുത്തത്. കലയെ മരീചിക്കും, അനസൂയയെ അത്രിക്കും, ശ്രദ്ധയെ അങ്കിരസിനും, ഹവിർഭുവിനെ പുലസ്ത്യനും, ഗതിയെ പുലഹനും, ക്രിയയെ ക്രതുവിനും, ഖ്യാതിയെ ഭൃഗുവിനും, അരുന്ധതിയെ വസിഷ്ഠനും, ശാന്തിയെ അഥർവാവിനും നൽകി. കർദമപുത്രിയും ബ്രഹ്മർഷി മരീചിയുടെ പത്നിയുമായ കലയാകട്ടെ കശ്യപനെയും പൂർണിമാവിനെയും പ്രസവിച്ചു. അവരുടെ വംശപരമ്പരകൾ കൊണ്ട് ലോകം നിറയപ്പെട്ടു. ശത്രുവിനാശകനായ വീര, പൂർണിമാവിന് വിരജൻ, വിശ്വകൻ എന്നിങ്ങനെ 2 പുത്രന്മാരും ദേവകുല്യ എന്ന ഒരു പുത്രിയും ഉണ്ടായി. ഭഗവാൻ ശ്രീഹരിയുടെ പാദപ്രക്ഷാളനത്തിൽ നിന്നും ആവിർഭവിച്ച ഗംഗാനദിയുടെ അംശാവതാരമായിരുന്നു അവൾ. ശത്രു വിനാശകനായ വീര വിതുരരെ വിളിക്കുകയാണ്. വിതുരർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ശത്രുക്കളുള്ളതായിട്ട് നമുക്കറിയില്ല. വിതുരർ ഒരു ശത്രുവിനെയും നശിപ്പിച്ചതായിട്ടും നമുക്കറിയില്ല. പക്ഷെ വിതുരരെ വിളിക്കുകയാണ് ശത്രു വിനാശകനായ വീര.
വീര എന്നാണ് വിളിക്കുന്നത്. യുദ്ധം ചെയ്യാൻ ഞാനില്ല എന്ന് പറഞ്ഞ് ഹസ്തിനാപുരിയിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട ആളാണ് ഈ വിദുരർ. ആ ആളെയാണ് വിളിക്കുന്നത് വീര എന്ന്. ഏറ്റവും വലിയ വീരൻ മനസ്സിനെ തനിക്ക് അനുകൂലമാക്കി മാറ്റിയ ആളാണ്. മനസ്സിനെ അനുകൂലമാക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നതെല്ലാം ശത്രുക്കൾ. ആ ശത്രുക്കളെ ജയിച്ച് മനോനുകൂല്യം നേടിയ ആളാണ് വീരൻ. ശരിക്കുമുള്ള വീരൻ ആ ആളാണ്. അപ്പോൾ വിദുരരാണ് ശരിക്കുമുള്ള വീരൻ. ആ വിദുരരെ വിളിക്കുന്നതാണ് ശത്രുവിനാശകനായ വീര. പൂർണിമാവിന് വിരജൻ, വിശ്വകൻ എന്നിങ്ങനെ 2 പുത്രന്മാരും ദേവകുല്യ എന്ന ഒരു പുത്രിയും ഉണ്ടായി. ഭഗവാൻ ശ്രീഹരിയുടെ പാദപ്രക്ഷാളനത്തിൽ നിന്നും ആവിർഭവിച്ച ഗംഗാനദിയുടെ അംശാവതാരമായിരുന്നു അവൾ. അത്രിക്ക് അനസൂയയിൽ അതീവ യശസ്വികളായ 3 പുത്രന്മാരുണ്ടായി. അവർ മഹാവിഷ്ണു, ശ്രീപരമേശ്വരൻ, ബ്രഹ്മാവ് എന്നിവരുടെ അംശാവതാരങ്ങളായ ദത്താത്രേയൻ, ദുർവാസാവ്, സോമൻ എന്നിവരാകുന്നു. വിദുരർ പറഞ്ഞു, വിദുര ഉവാച, വിദുരർ പറഞ്ഞു. കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വിദുരർ കയറി ചോദിച്ചു, ഗുരു, സ്ഥിതി, ഉത്പത്തി, അന്തം എന്നിവയ്ക്ക് കാരണക്കാരായ ദേവശ്രേഷ്ഠന്മാർ 3 പേരും അത്രി മഹർഷിയുടെ പുത്രന്മാരായി ജനിക്കാൻ എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടായിരിക്കുമല്ലോ. അതാ എന്താണെന്ന് എന്നോട് പറഞ്ഞാലും. സ്ഥിതി, ഉത്പത്തി, അന്തം. ഇപ്പൊ വിഷ്ണു സ്ഥിതിയുടെ ആള്, ഉത്പത്തി ബ്രഹ്മാവ്, അന്തം ശ്രീരുദ്രൻ. ഈ 3 പേരും അത്രി മഹർഷിയുടെ പുത്രന്മാരായിട്ട് ജനിച്ചതിന് എന്തെങ്കിലും കാരണം ഉണ്ടാവണമല്ലോ, വെറുതെ ജനിക്കില്ലല്ലോ അവർ. അപ്പം ആ കാരണം എന്താണെന്ന് എന്നോട് പറഞ്ഞു തന്നാലും. മൈത്രേയ ഉവാച, മൈത്രേയ മുനി തുടർന്ന് പറഞ്ഞു, വേദജ്ഞരിൽ വെച്ച് ശ്രേഷ്ഠനായ തൻ്റെ പുത്രൻ അത്രി ലോകാഭിവൃദ്ധിപ്രദമായ സൃഷ്ടികർമ്മത്തിൽ വ്യാപരിക്കണമെന്ന് ബ്രഹ്മദേവൻ ആഗ്രഹിക്കുകയും അതിനായി അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഇപ്പം നമ്മുടെ പുരാണങ്ങൾ അനുസരിച്ച് സൃഷ്ടി ഈശ്വര നിശ്ചയമായിട്ട് ഉണ്ടായതാണ്, അല്ലാതെ ആകസ്മികമായിട്ടുണ്ടായതല്ല. ഈശ്വരൻ ബോധപൂർവം തന്നെയാണ് ഈ ലോകത്തെ സൃഷ്ടിച്ച് അതിൽ വിവിധ സൃഷ്ടികളെ കൊണ്ട് നിറച്ചത്. അപ്പോൾ വേദ പുരാണങ്ങൾ ഈ ലോക ജീവിതത്തെ ആകമാനം ദുഃഖമയമായിട്ട് കാണാൻ ഇടയില്ല. കാരണം അങ്ങനെ ഈ ലോകം ദുഃഖമയമാണ് പൂർണ്ണമായിട്ടും എങ്കിൽ അതെന്തിനാണ് ഇവർ ഇത്ര മെനക്കെട്ട് സൃഷ്ടിച്ചത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകും. ഇവരുടെ സൃഷ്ടി അബദ്ധമാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ ഈ അത്രി മഹർഷി എന്ന് പറഞ്ഞാൽ മഹാതപസ്വിയാണ്. ആ അത്രി മഹർഷി തൻ്റെ പുത്രൻ അത്രി ലോകാഭിവൃദ്ധിപ്രദമായ സൃഷ്ടികർമ്മത്തിൽ വ്യാപരിക്കണമെന്ന്. അപ്പം സൃഷ്ടികർമ്മം എന്ന് പറയുന്നത് ലോകത്തിന് അഭിവൃദ്ധിയെ ഉണ്ടാക്കുന്നതാണ്. അപ്പം സൃഷ്ടി എന്ന് പറയുന്നത് മോശമല്ല. അപ്പം സൃഷ്ടി എന്ന പ്രക്രിയ മോശമല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടതൊന്നും മോശമാണെന്ന് പറയാനും പറ്റില്ല. അപ്പോൾ സൃഷ്ടിക്കപ്പെട്ടവരിലാണ് ഞാനും നിങ്ങളുമൊക്കെ. അപ്പം ഞാനും നിങ്ങളുമൊക്കെ ഈശ്വരൻ്റെ ഇച്ഛപ്രകാരം ഉരുത്തിരിഞ്ഞു വന്നതാണ്. അപ്പോൾ ഈ ലോകം ദുഃഖമയമാണ് പൂർണ്ണമായിട്ടും എന്ന കാഴ്ചപ്പാട് ഇവർക്ക് ഉണ്ടായിരുന്നിരിക്കാൻ ഇടയില്ല. അതാണ് നമ്മൾ ഈ കഥ വായിക്കുമ്പം ഈ വക കാര്യങ്ങളെല്ലാം ഗ്രഹിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ലോകത്തെ ദുഃഖപൂർണമായിട്ട് കാണുന്ന സമ്പ്രദായങ്ങളുണ്ട് ആധ്യാത്മിക ശാസ്ത്രങ്ങളിൽ. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ ഇത് മുഴുവനായിട്ടും ദുഃഖമയമല്ല. ദുഃഖം ഇതിനകത്തുണ്ട്, എല്ലാ വികാരങ്ങളും ഇതിനകത്തുണ്ട്. എല്ലാ വികാരങ്ങളും അനുഭവിക്കേണ്ട ആവശ്യകതയും ഉണ്ട് പൂർണ്ണതയിലേക്ക് പോകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ലോകാഭിവൃദ്ധികരമാണ് സൃഷ്ടികർമ്മം.
ലോകത്തിന് മോശകരമായിട്ടുള്ളതല്ല സൃഷ്ടികർമ്മം. അപ്പം തൻ്റെ പുത്രനായിട്ടുള്ള, അങ്ങനെയാണെങ്കിൽ ഒരു പിതാവും തൻ്റെ പുത്രൻ മോശമായ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടണം എന്ന് ആഗ്രഹിക്കില്ലല്ലോ. അപ്പോൾ ബ്രഹ്മദേവൻ സൃഷ്ടിയെ മോശമായ ഒരു കർമ്മമായിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹം അത് ശ്രേഷ്ഠമായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ തൻ്റെ പുത്രൻ അത്രയും ലോകാഭിവൃദ്ധിപ്രദമായ സൃഷ്ടികർമ്മത്തിൽ വ്യാപരിക്കണമെന്ന് ബ്രഹ്മദേവൻ ആഗ്രഹിക്കുകയും അതിനായി അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയും ചെയ്തു. ആഗ്രഹിക്കുക മാത്രമല്ല ചെയ്തത്, താൻ ചെയ്യുന്ന അതേ പ്രവൃത്തി തൻ്റെ മകനും അനുവർത്തിക്കണമെന്ന് അദ്ദേഹം കരുതി അതിനുവേണ്ടി പ്രേരിപ്പിച്ചു. ഉത്തമ സന്താനലബ്ധിക്ക് തപസ്സു ചെയ്യേണ്ടത് ആവശ്യമാണെന്നറിയാവുന്ന മഹർഷി പത്നീസമേതനായി ഋക്ഷമെന്നു പേരുള്ള കുലപർവ്വതത്തിലെത്തി തപസ്സാരംഭിച്ചു. തപസ് ചെയ്തിട്ടാണ് പുത്രീപുത്രന്മാരുണ്ടാവുന്നത്. ഇന്നും അന്നും തമ്മിലുള്ള വ്യത്യാസം അതാണ്. വിവാഹം കഴിഞ്ഞാൽ സന്താനോത്പാദനത്തിന് മുതിരുകയല്ല ചെയ്തിരുന്നത്. വിവാഹം കഴിഞ്ഞാൽ സത്സന്താന ലാഭത്തിന് വേണ്ടി തപസ്സനുഷ്ഠിക്കുകയാണ് ചെയ്തത്. ആ തപസ്സിലൂടെ ആർജിച്ച വീര്യത്തെയാണ് ഇവർ പുത്രീ ഉൽപാദനത്തിനായിട്ട് വിനിയോഗിച്ചത്.